സ്വിഗ്ഗി, സൊനാറ്റ എന്നീ രണ്ട് സൂപ്പർ ഹിറ്റ് വാചകങ്ങൾക്ക് ശേഷം ഉസ്മാൻ ജിയുടെ പുതിയ ഐറ്റം എത്തിയിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം നമ്മുടെ സൂപ്പർ സ്റ്റാർ നായകനായിട്ടുള്ള നിവിൻ പോളിയെ സദസ്സിന് പരിചയപ്പെടുത്തി കൊടുത്ത ആ ഹീറോയിസ്റ്റിക് ഡയലോഗ് കേട്ടിട്ടും പേരുച്ചരിക്കുന്ന കേട്ടിട്ടും നാട്ടുകാർ വരെ വാ പൊളിച്ചുപോയി. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായ മലയാള ചലച്ചിത്രത്തിലെ യുവത്വത്തിന്റെ പ്രതീകമായ ആക്ഷൻ ഹീറോ നവീൻ പോളി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു പേര് പറയാം. ആരാണ് ആക്ഷൻ ഹീറോ? പറയൂ, ആരാണ് ആക്ഷൻ ഹീറോ? ഉറക്കെ പറയൂ. നമുക്ക് ഇത്രയും കാലം വരെ നിവിൻ പോളി എന്നാണ് നടന്റെ പേരറിയാവുന്നത്. പക്ഷേ ഇപ്പോ അദ്ദേഹം നവീൻ പോളിയാണ്. അതും പോരാഞ്ഞിട്ട് രണ്ടാമത് പേരെടുത്ത് പറയാൻ റിസ്ക് എടുക്കാൻ നിൽക്കാതെ വേദിയിൽ ഉള്ളവരെ കൊണ്ട് പറയിച്ച് തടി തപ്പാൻ ശ്രമിച്ച ഉസ്മാൻ ജിയുടെ ബുദ്ധി അത് സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായ മലയാള ചലച്ചിത്രത്തിലെ യുവത്വത്തിന്റെ പ്രതീകമായ ആക്ഷൻ ഹീറോ നവീൻ പോളി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു പേര് പറയാം. ആരാണ് ആക്ഷൻ ഹീറോ? പറയൂ, ആരാണ് ആക്ഷൻ ഹീറോ? ഉറക്കെ പറയൂ. അടുത്ത ദിവസമാണ് കേരളത്തിൽ ഫുഡ് ഡെലിവറി ആപ്പുകളായിട്ടുള്ള സ്വിഗ്ഗി ആൻഡ് സൊനാറ്റ എന്നുള്ള രണ്ട് ഗംഭീര പദങ്ങൾ നമ്മുടെ നാട്ടിൽ അദ്ദേഹം സംഭാവന ചെയ്യുകയും നാട്ടുകാരെല്ലാം കൂടി എടുത്തിട്ട് പൊങ്കാല ഇടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നിപ്പോ വിജിലൻസിന്റെ പുതിയ കറപ്ഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് നീണ്ടൊരു വിസിലടിക്കാൻ വേണ്ടി അദ്ദേഹം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നവീൻ പോളി എന്നുള്ള ഒരു പുതുമുഖ താരത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായ മലയാള ചലച്ചിത്രത്തിലെ യുവത്വത്തിന്റെ പ്രതീകമായ ആക്ഷൻ ഹീറോ നവീൻ പോളി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു പേര് പറയാം. ആരാണ് ആക്ഷൻ ഹീറോ? പറയൂ, ആരാണ് ആക്ഷൻ ഹീറോ? ഉറക്കെ പറയൂ. 3 മാസത്തിന് ശേഷം കേരളത്തിലുള്ള മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം സർക്കാരിന്റെ പ്രവർത്തനം നോക്കിയ തലയറഞ്ഞ് ചിരിക്കാൻ ഓരോ ദിവസവും ഓരോരോ കാരണങ്ങൾ കിട്ടുകയാണ്. വളരെ ഗൗരവതരമായിട്ട് നടന്ന ഭരണ സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞ 3 മാസം കൊണ്ട് കോമഡി പീസായി മാറി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായ മലയാള ചലച്ചിത്രത്തിലെ യുവത്വത്തിന്റെ പ്രതീകമായ ആക്ഷൻ ഹീറോ നവീൻ പോളി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു പേര് പറയാം. ആരാണ് ആക്ഷൻ ഹീറോ? പറയൂ, ആരാണ് ആക്ഷൻ ഹീറോ? ഉറക്കെ പറയൂ.